അധ്യാപകരെ, ഗ്രീൻ വാലി സംഘടനയുടെ പ്രവർത്തകരെ, ഇന്ന് ഇന്ത്യയിലെ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമുക്കറിയാം, കാലഘട്ടം മാറി ഇന്ന് ഓൺലൈനിലൂടെയുള്ള വിദ്യാഭ്യാസമൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഓൺലൈൻ വിദ്യാഭ്യാസവും ഇന്ന് നമ്മൾ അവലംബിക്കുന്ന ഈ ക്ലാസ് മുറിയിലുള്ള വിദ്യാഭ്യാസവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒരധ്യാപകൻ്റെ ഹൃദയം അല്ലെങ്കിൽ ആ ഹൃദയ സ്പർശനങ്ങൾ അറിയണമെങ്കിൽ ക്ലാസ് മുറിയിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ടോ മറ്റേ പഠന രീതികൾ കൊണ്ടോ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടം മാറിയാലും നിങ്ങളുടെ ഹൃദയ സ്പർശനങ്ങളും നിങ്ങളുടെ സാമീപ്യവും ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്കൂളുകളിലെ സാധിക്കുകയുള്ളൂ. നിങ്ങളെപ്പോലുള്ള അധ്യാപകരാണ് ഇന്ന് ഈ നാട്ടിലെ ഓരോ വളർച്ചയ്ക്കും, ഏതൊരു ലോകപ്രശസ്തരായ വ്യക്തികളുടെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു അധ്യാപകനുണ്ട്. ഏതൊരു വലിയ നേട്ടങ്ങൾക്ക് പിന്നിലും ഒരു അധ്യാപകന്റെ കരമുണ്ടാകും. ആ അധ്യാപകരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വലിയൊരു സമൂഹത്തിൻ്റെ ഒരു ധർമ്മമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്ന് നിങ്ങളെ ബഹുമാനിക്കാനുള്ള കാരണം. ഈ സമൂഹത്തിലെ ഏതൊരു ജോലിക്കും, ഏതൊരു ജോലിയുടെയും അടിസ്ഥാനം നിങ്ങൾ നൽകുന്ന വിദ്യയാണ്. നിങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ് അതിനെല്ലാം അടിസ്ഥാനം. കേവലം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. നിങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഇവരുടെ സിലബസിൽ നിന്നെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതികൾ കാണുമ്പോഴാണ് നമ്മുടെ അധ്യാപകർ എന്താണ് നമുക്ക് പകർന്നു നൽകിയത് എന്നുള്ളത്, അതിൻ്റെ മൂല്യം എന്തായിരുന്നു, അത് അധ്യാപകർ നൽകിയ വിദ്യയുടെ ബാലൻസ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അത് എത്രമാത്രം ഫലം പുറപ്പെടുവിച്ചു എന്നറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം നല്ല ഫലമുള്ളതായിരിക്കട്ടെ. നിരവധി പ്രശസ്തരായ വ്യക്തികളും കഴിവുറ്റ വ്യക്തികളെയും എല്ലാം വാർത്തെടുത്ത ഒരു സ്കൂളാണ്